പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി. ചിരിയുടെ വിസ്മയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. Last call for passengers on flight Air France 2049 to Paris Charles de Gaulle. Please proceed urgently to gate number B43. Últim avís per als passatgers del vol Air France 2049 amb destinació París Charles de Gaulle. Embarquin urgentment per la porta B43. Okay, thank you. Pass. Please. What? Okay, sir. ഇത് മുറിച്ച് കളയരുത്. പാസ്പോർട്ട് ഇറങ്ങും. സാറേ ഒരു അലാറം കേട്ടില്ലേ? വിഷയം ആ സ്കാനറിലോട്ട് അതവിടെ നിൽക്കും. കയറി അകത്തോട്ട് കയറി. പ്രശ്നം കേട്ടോ. വന്നോ അടിക്കുന്ന കേട്ടോ. എന്താ ഇത് എടാ അലാറം അടിക്കുന്നേ. അയ്യോ അത് വിസിലടിച്ചോ? കോളേജ് ഗ്രൗണ്ടോ പാട്ട് പാടിപ്പോയാ? താൻ ഇങ്ങോട്ട് മാറിയില്ല. ചെറിയ വിഷയം അങ്ങോട്ട് മാറിയില്ല. എന്താ സാർ അങ്ങോട്ട് നില്ലോ. ഇവിടെ കിടന്ന് വരുന്നത് അവിടെ നില്ലേ. പാസ്പോർട്ട് അവിടെ നില്ലേ. ഇതെന്താ എന്നാ സാറേ ഇതെന്നത്? അത് ഞാനിത് ആദ്യമായിട്ട് കാണുക. എന്റെ ഭാഗ്യന്നുള്ളത്. എന്താ സാർ ഇതെന്താ? ഇത് കമ്പ്യൂട്ടർ എന്തേലും ഉണ്ടോ? ഞാൻ റൂമിൽ വെച്ചിട്ടുണ്ടോ? 25 ഇഞ്ച് വലുത്. ഇത് മാറണോ? കമ്പ്യൂട്ടർ അല്ല. ഈ പടം എന്നാന്ന് വെച്ച് കാണുന്ന പടം എന്നാന്ന്? ആര് വരച്ച? സാറ് വരച്ചാണ്. ആര് വരച്ചു? ആറ് പടം ഇത്. പിന്നെ ബാഗ് എടുത്ത് എന്റെ ബാഗ് എടുക്ക. നിപ്പിളും കോപ്പി അതായിരുന്നു എന്റെ അകത്ത് കണ്ടത്. ആദ്യമായിട്ട് കാണുക കേട്ടാ. അതെ അതെ. എടാ നിനക്കിതിപ്പോ ഈ ഗൾഫിൽ നിന്ന് മാറ്റേണ്ട കാര്യം കേരളത്തിൽ ചെന്നത് മാഷ പോരായിരുന്നു. ഇവിടുന്ന് കെട്ടിച്ചോണ്ട് പോകേണ്ട കാര്യമുണ്ട്. ഇത് അതല്ലെന്ന്. പിന്നെ മേഡ് ഇൻ USA. മേഡ് ഇൻ USA? ഇത് വായിക്കാൻ കാര്യം എന്താ? കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നു ഭാര്യ പ്രസവിച്ചു. പെൺകുഞ്ഞ്. അപ്പൊ അവ US സാധനം കൊടുക്കണല്ലോ. US സാധനം കുഴപ്പമില്ല. പശു കാടിവെള്ളം കുടിക്കാനോ കൊച്ചു മളക്കം അടിച്ചു. അതെ ഇത് നീ USA സംഭവം നീ വീട്ടിലോട്ട് പോയാണോ? വീട്ടിലോട്ട് പോകും. ഇവിടെ നിനക്ക് വല്ല കാരണം മണ്ടത്തരം കാണിക്കരുത്. ഇവിടെ നീ പെട്ടെന്നൊരു പെങ്കൊച്ച പ്രസവിച്ചെന്ന് പറയും. ഒന്നാമത് പെങ്കൊച്ച ഇനിയിപ്പോ കല്യാണം കഴിച്ചു വിടണം. ഒരുപാട് പൈസ വേണ്ടേ? നീ ഇങ്ങോട്ട് ഓടിക്കയറി വന്നിട്ട് ചാടിക്കയറിയുള്ള പൈസ കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിപ്പോ ഇന്നലെ അങ്ങോട്ട് പോയല്ല. പിന്നെ ഞാൻ പോയിട്ട് 6 വർഷമായി. കഴിഞ്ഞ ആഴ്ചയാണ് ഭാര്യ പ്രസവിച്ചത്. അപ്പൊ ആ ഒരു സന്തോഷമായിട്ട് ഞാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം എത്ര 6 വർഷമായി പോയിട്ട് 6 വർഷമായിട്ട് ഞാൻ കേൾപ്പില്ല. കഴിഞ്ഞ ആഴ്ചയാണ് പ്രസവിച്ചത്. കഴിഞ്ഞ ആഴ്ച നീ അങ്ങ് അല്ലേ കൊച്ചിന്റെ തന്ത നല്ല മാതളം മടക്കി ഇടി വെച്ചു. സാറേ ഒരു 1.5 ദിവസം ഇവിടെ കിടന്ന് കറങ്ങായിരുന്നു. ഇവിടെ വന്നേ. ഇനി വന്നേ. ഇവിടെ എന്ത് ഈ ഓടി പിടിച്ചോണ്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? സാറേ എന്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. കൂട്ടുകാരൻ ഇവിടെയാണ് കിടക്കുന്നത്. അവനെ നോക്കി നിൽക്കും. അവൻ 25 വർഷമായിട്ട് അമേരിക്കയിൽ. അവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി 25 വർഷമായിട്ട് അമേരിക്കയിൽ നിൽക്കുന്ന കൂട്ടുകാരൻ നീ ഇങ്ങനെ താത്തിട്ടുണ്ടായിരുന്നു. ഇത് പൊക്കി വെച്ചോണ്ട് നട ആൾക്കാർ കാണണ്ടേ? കൂട്ടുകാരന്റെ പേരെന്നാ? സുരേഷ് കുമാർ. സുരേഷ് കുമാർ. കൊള്ളാം. ആ സുരേഷ് വരുമ്പോ പറയണം ഇവിടെ മുറുക്കി തുപ്പരുന്ന്. അതെന്തിനാ? അറിയാമോ ഇത്? ഞങ്ങളവിടെ തന്നെ മുറുക്കത്തുപ്പുറത്ത് ബോർഡ് കൊണ്ട് ഉണ്ടായിക്കൊണ്ട് അമേരിക്കയിൽ നിന്ന് വന്നവന് അവന് വീട്ടിൽ ചെല്ലാൻ അറിയത്തില്ല. പെട്ടിന്റെ ഒന്ന് നിലവ്
അല്ല സാർ അങ്ങോട്ട് പിടിച്ചോ, അങ്ങോട്ട് പിടിച്ചോ. അയ്യോ സാർ, ഇതങ്ങോട്ട് പിടിച്ചോ. സാറേ എനിക്ക് പോണം ദുബായിക്ക് പോകാനാ. നിന്നെ ഡേ എന്ന് വിളിച്ചപ്പോഴത്തെ നീ ഈ ബസ്സിന്റെ റിവേഴ്സ് ചെയ്ത് നടക്കി ഞാൻ ഇങ്ങനെ പെറുന്നോട്ട് പറഞ്ഞ കാര്യം. അത് എന്റെ നടുവ് വെട്ടിപ്പിടിച്ചിരിക്കുക, നടുവിന് വെട്ടിപ്പിടിച്ചിരിക്കുക. നടുവെന്തിനാണ് വെട്ടിപ്പിടിക്കേണ്ട താമസം ഉണ്ടായിരുന്നു? നിനക്ക് 10 സെന്റ് സ്ഥലം വെട്ടിപ്പിടിച്ചായിരുന്നു, അതിനകത്ത് ഒരു കൂലയും വിളച്ച് കിട്ടി അവിടെ താമസിക്കാൻ മേല. പിന്നെ ഈ ഗൾഫിൽ കിടന്ന് പോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അല്ലേ പോണം സാറേ, 4 വർഷത്തേക്ക് എനിക്ക് ഗൾഫിൽ പോകണം. 4 വർഷത്തേക്ക് പോകണം. സുഖചേട്ടൻ നോക്കി ഞാൻ പോവാ. അല്ല സുഖചേട്ടൻ നോക്കിക്കൂടെ? എന്നോട് എന്നെ വിടുന്ന സുഖചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു ബുക്കും കൊടുത്തിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് വിമാനത്തെ കയറി ഇരുന്നാന്ന് ഞങ്ങൾ വന്നാക്കാൻ പറഞ്ഞു. നിന്റെ അപ്പന്റെ വണ്ടിയാണോ വിമാനം? ചുമ്മാ കയറി നോളാൻ പറയാം. അല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞു. എടാ ഇവിടെ ചട്ടം കാര്യങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ചട്ടം ഉണ്ടോ? ആർക്ക്? കാറിന് ചട്ടുണ്ടോ? യോ എടാ അതല്ല, ഇവിടെ കുറെ സംഭവങ്ങൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്റെ പുറത്ത് പോകുമ്പോ വെടിമരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ നോക്കണ്ടായോ? അയ്യോ ഒന്നുമില്ല, എന്റെ ഒന്നുമില്ല. ഞാൻ പാവാ സാറേ, എന്റെ പൊന്നു സാറേ. ഞാൻ 4 വർഷം കൂടിയിട്ട് എനിക്ക് തിരിച്ചു വരാൻ വേണ്ടി പോവാ. എന്റെ ഭാര്യയുടെ ഒരാളുടെ നിർബന്ധം കൊണ്ട് ഞാൻ പോവാ. എന്നെ വെറുതെ വിടണം സാർ. ഭാര്യക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലേ? എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട്? 7 വർഷമായി. 7 വർഷമായി. 7 വർഷം കൊണ്ട് ആ പെണ്ണ് നിന്നെ സഹിക്കുക. പിന്നെ ഇതിനു മുമ്പേ പറഞ്ഞു വിടേണ്ടത് എന്റെ ഈ സ്വഭാവം വെച്ചോണ്ട്. അല്ല സാറേ, എനിക്ക് ഞാൻ പാവപ്പെട്ടവനാണ് സാറേ. കളിയാക്കല്ലേ കാരണം സാറേ. കളിയാക്കല. പാസ്പോർട്ട് ഇതെന്നാ 10 രൂപ? അല്ല പാസ് അല്ലേ കൈക്കൂലി ഞങ്ങൾ ജോലി കളയിപ്പിക്കോ നീ? അല്ല സാറ് പാസ് എടാ നിന്റെ പാസ്പോർട്ടിന്റെ ഈടെ നിന്റെ ഫോട്ടോ ഒക്കെ അടിച്ചു പ്രാർത്ഥന പുസ്തകം പോലെ ഇരിക്കുന്ന സാധനമില്ലേ? ആ അതിന്റെ അതുണ്ട്. അതിന്റെ ഇതല്ലേ? അതുണ്ട് സാറേ. ഇതേ ഞാൻ പത്തനംതിട്ടല്ല അപേക്ഷിച്ചത്, പക്ഷെ കിട്ടിയത് കൊച്ചിന്നാ. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, ദുബായ് ചെന്നാലും കിട്ടിക്കോളും. ഈ സ്വഭാവമല്ലേ? ചുമക്കനെ വാച്ച് കയറ്റിക്കോളും കേട്ടോ. നല്ല സ്വഭാവമല്ലേ? ശരിക്കും പാസ്പോർട്ട് നമുക്ക് വേണം. നമ്മൾ ഏത് രാജ്യത്തിന് ഇന്ത്യയുടെ പൗരനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് കറക്റ്റ് ആയിരിക്കണം. അതെനിക്ക് പേരറിയില്ല. കുഴപ്പമില്ല, കറക്റ്റ്. എന്നെ വേഗം വിടണേ. പാസ്പോർട്ട് കറക്റ്റ്. ഇനിയെങ്കിലും പഠിക്കണം സംഭവം കേട്ടോ. അയ്യോ എന്ത് സാറേ? അയ്യോ എന്റെ ദൈവമേ. ഇല്ല സാറേ, ആശുപത്രി പോണം സാറേ, ആശുപത്രി പോണം. ഇല്ല ഇല്ല, ഈ എളി വെട്ടി. എന്നാ പറ്റി സാറേ? അയ്യോ എന്ത് പറ്റി? നോക്ക് 10-16 വർഷമായി ഞാനിവിടെ ഡ്യൂട്ടിക്ക് നിൽക്കാൻ തുടങ്ങി. ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ ഇത് എന്നാടാ ഇത്? ഇതെന്തോ സംഭവം ഇത്? അത് ശരി, ഇത് കണ്ടോണ്ടാണോ ചിരിച്ചത്? അല്ലാതെ എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല. അല്ല നിന്റെ ഫോട്ടോ കണ്ടാ നീ ചിരിക്കുകയല്ലോ, കരയല്ലോ. കളിയാക്കല്ലേ കേട്ടോ, പിന്നെ കളിയാക്കരുത് കേട്ടോ. അല്ല കളിയാക്കല്ലേ. പാവപ്പെട്ടതാണെന്ന് താൻ ഇങ്ങനെ പറയുന്നത് ശരിയല്ല കേട്ടോ. മധു, മിസ്റ്റർ മധു, മിസ്റ്റർ മധു. പോന്നേ കൊള്ളാം, സൂക്ഷിച്ചു പോണം. മനസ്സിലായോ? മണ്ടത്തൊന്നും കാണിക്കരുത്. അവിടെ പാസ്പോർട്ട് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പാസ്പോർട്ട് കൊടുക്കണം. അല്ലാതെ ബുക്ക് ചോദിക്കരുത്. മിസ്റ്റർ മധു എന്ന് പേരുള്ള ഒരു പാസഞ്ചറിനെ കണ്ടിരുന്നോ? ഇല്ല കണ്ടില്ല. മധു കണ്ടോ? ഇല്ല. മധു മിസ്റ്റർ മധു. മധു സാറാണോ മിസ്റ്റർ മധു? മധു സാറിന്റെ പേര് ഇവിടെ അനൗൺസ് ചെയ്തത് കേട്ടില്ലായിരുന്നോ? ഞാൻ 10 പ്രാവശ്യം കേട്ടായിരുന്നു. എന്നിട്ട് എന്താ സാർ ഫ്ലൈറ്റിൽ കയറാൻ വരാത്ത? അല്ല സമയമാകുമ്പോൾ വണ്ടിയെ കയറി പോവല്ലോ, വണ്ടി അവിടെ കാണുമല്ലോ, അങ്ങനെ വരായിരുന്നതാ. ആണല്ലേ? അതെ അതെ. ഒരു മിനിറ്റ് സാർ, ഒന്ന് പറയൂ. എടാ നിന്റെ പേരല്ലടാ ഇവിടെ ഞാൻ വിളിച്ചു കൂവിയത്. നീ എന്താണ് വിളി കേൾക്കാത്തത്? അയ്യോ പിന്നെ കേൾക്കാന്ന് വെച്ചു. ഇനി നീ എയർപോർട്ടിൽ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യോ? ചെയ്യാം. ഇനി നീ എയർപോർട്ടിൽ കേറോ? ഇനി നീ ഫ്ലൈറ്റിൽ കേറോ? വേലാൽ ഈ വക പരിപാടിയായിട്ട് ഇനി പരിസരത്ത് വരുവോ? എന്നാ പെട്ടി എടുത്തോ. അയ്യോ പെട്ടി എടുക്ക. അയ്യോ ഫ്ലൈറ്റ് പോകത്തല്ലേ? ഒന്ന് തിരുമിത്താ. അയ്യോ തിരുമ്പി തരാനോ? അമ്പ അടുത്ത് വണ്ടി അവിടെ പോകും. തിരുമ്പി തരാൻ നിൽക്കുന്നു. അയ്യോ ഞാൻ പിടിച്ചോളാം. ഫ്ലൈറ്റ് പോകും. പെട്ടെന്ന് എടുക്ക്. ശരിക്കും ചേച്ചി എവിടുത്തെ കാര്യാ? എടാ ഞാൻ എവിടുത്തെ കാര്യമാണെന്ന് അറിയാണ്ട് നിനക്ക് ഫ്ലൈറ്റിൽ പോകണോ വേണ്ടത്? അല്ല ചോദിച്ചതേ ഉള്ളൂ. എടുക്ക പെട്ടെന്നോട്ടെ. അല്ല എന്നാലും എവിടെ ഉള്ളതെന്ന് പറയാം. എടാ നമുക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് പറയാം. പെട്ടെന്ന് എടുക്ക്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. ഒരെണ്ണിരിക്കട്ടെ, എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. കണക്ക് ആ ഇപ്പൊ മനസ്സിലായി എവിടെ ഉള്ളതാന്ന്. കടപ്പുറം കാര്യ ഏത് ഫ്ലൈറ്റാ? ഏത് ഫ്ലൈറ്റിലാ? UK ഫ്ലൈറ്റ്. അയ്യോ അവൻ ദുബായിക്ക് പോകണ്ടതാ. അയ്യോ ഇവിടെ കൊണ്ടുപോയി. UK പോകേണ്ട ഫ്ലൈറ്റിനകത്ത് നീ ദുബായിക്ക് പോകണ്ടല്ലേ? എടാ നീ UK-ക്കാണോ പോകണ്ടത്? ദുബായിക്കല്ലേ പോകണ്ടേ? ദുബായിക്ക്. എടാ ദുബായിക്ക് പോകണ്ട നീ എന്തിനാണ് UK ഫ്ലൈറ്റിലേക്ക് വന്നത്? ഇങ്ങനെ അമ്മച്ചേനെ വിളിച്ചിട്ടല്ലേ വന്നത്? കഷ്ടമൊന്നും അങ്ങോട്ട് മാറിയില്ലേ? അങ്ങോട്ട് മാറിയില്ലേ? അല്ല എവിടെയായാലും എനിക്ക് പോയാ പോരെ, അങ്ങനല്ലേ? അവിടെയായാലും എനിക്ക് പോയാ പോരെ. പോയാ പോരെന്നോ? അവിടെ മാറിയില്ല, അങ്ങോട്ട് മാറിയില്ലേ? കേട്ടോ
എങ്ങോട്ട് പോയത്? എന്നെ തലി ആ പോട്ടെ. നിനക്ക് മാത്രം സൂചിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്കില്ലേ കാര്യങ്ങൾ വിളിച്ചാൽ നിൽക്കുന്നില്ല, ബ്രേക്ക് ഔട്ട് സാറേ. ഇതെന്നാ പരിപാടി എന്താ? What? ഇതേ ലഗേജ് കയറ്റുന്ന സാധന ഇങ്ങോട്ട് ഇറങ്ങണം. അതിന് മോളിൽ കയറിയിരിക്കണോ? കാല് വയ്യാത്ത ആൾ എങ്ങനെയാലും വന്നാ പോരെ. ആര് വയ്യാത്തവർക്കൊക്കെ വേറെ വണ്ടിയുണ്ട്, വീൽ ചെയർ ഉണ്ട്. അവിടെ വീൽ ചെയർ എടുപ്പുണ്ട് അതിനകത്ത്. അതിന് വരും വന്നം. ആ എവിടുന്നാ വരുന്നത്? ആഫ്രിക്ക ആഫ്രിക്ക. ഓക്കെ ഓക്കെ. Passport. പാസ്പോർട്ട്. Oh yeah. നെയിം? Tapioca. നീ വന്നോടോ. എന്നെ മര്യാദ കാണിക്കുന്നതിന് ഇവിടെ വിദേശിയാ, അതിന് അവരെയൊക്കെ തപ്പി നോക്കരുത്, ഉള്ള ജോലി ഇല്ലാതെ അവൻ പറഞ്ഞിട്ടുണ്ട്. ആര് തപ്പി നോക്കി? അവർ പറയുന്നത് തപ്പി നോക്കി. മാഡം What? നെയിം? Tapioca. തപ്പിയോക്കാന്ന് നെയിം. അതാണ്. വായിക്കാൻ പറ്റുന്ന ചോദിച്ചതേ. മറിയ താപ്പിയോക്ക ഫുൾ നെയിം. സ്കാൻ ചെയ്യണം, ചെക്കപ്പ് ചെയ്യണം. സ്കാൻ ചെയ്താണ്. ആണല്ലേ? ഒരു മുഴയുണ്ട്, അതിന്റെ ഓപ്പറേഷനും ബന്ധപ്പെട്ട് വന്നതാണ്. അതല്ലെന്ന് ഇവരൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അയ്യോ, ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് സ്കാനിന് റിപ്പോർട്ട് തന്നത്. അപ്പൊ സ്കാൻ ചെയ്തപ്പോഴാണ് ഒരു മുഴയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് നാട്ടിൽ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങനെ വന്നതാണ് ഇവിടെ. അയ്യോ അതല്ല, ഇതിനകത്ത് വല്ല വെടിമരുന്നോ വെടിയുണ്ടോ തോക്ക വല്ലോന്ന് അറിയണ്ടായോ? അതിന്റെ ചെക്കിംഗ് ഉണ്ട്, അതുകൊണ്ടാ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതാണ് കുഴപ്പം. പ്രത്യേകിച്ച് കൾച്ചർ ഇല്ലാത്ത ഒരുമാതിരി സ്വഭാവമാണ് നിങ്ങൾ കാണിക്കുന്നത്. മാഡം Oh, എക്സ്ക്യൂസ് മീ, ഇതിൽ കയറി. of course. അതെ, എന്തോ എന്തോ സംഭവം ഉണ്ടോ? ഏതോ സംഭവം കേട്ടോ. അല്ലെങ്കിൽ ഈ അലാറം അടിക്കത്തില്ല ഇങ്ങനെ. എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? Not yet. ഒന്നുമില്ല. ഒന്നുമില്ല, പിന്നെ ഈ കീക്കി ശബ്ദം കേൾക്കത്തില്ലല്ലോ. പക്ഷെ അത് അതിന് വല്ല കംപ്ലൈന്റ് വല്ലതും ആയിരിക്കും. എവിടെ കംപ്ലൈന്റ്? Yeah, yeah. ഇത്ര നേരം ചെക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും സംഭവം ഇല്ലാതെ കീക്കി സൗണ്ട് കേൾക്കത്തില്ല. ഇത് വല്ല ഇരുമ്പിന്റെ അംശമോ സ്വർണ്ണോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? Idu? ആ, പല്ലേ കമ്പി ഇട്ടിട്ടുണ്ട്. അയ്യോ, 10 mm കമ്പിയാളായിട്ടാണ്. കമ്പി എന്തായാലും കെട്ടി സ്ഥിതിക്കേ എന്നാ ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത്? അല്ല കമ്പി കെട്ടി ഇട്ടേക്കില്ല, മഴയ്ക്കുമ്പോ അങ്ങ് വാർത്തൂടെന്ന് ചോദിച്ചേ. ഇത്ര നീളമുള്ള പല്ലായിരുന്നു, അത് കമ്പി ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെങ്കിലും ആയത്. Yeah. ചോറ് ഞങ്ങൾ പറക്കളന്നായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. തപ്പിയൊക്കെ അങ്ങ് മാറി നിൽക്കേ. തപ്പാത്തവൻ ഇങ്ങ് കയറി. Come on, Chia. പാസ്പോർട്ട്? നിങ്ങളുടെ പാസ്പോർട്ട് എന്തേ? നമ്മുടെ പാസ്പോർട്ട് ഉണ്ടോ? ഇറങ്ങ. പാസ്പോർട്ട് ഇല്ലാതെ ഇതിനകത്ത് എന്തിനു കയറി? പാസ്പോർട്ട് ഇല്ലാതെ എയർപോർട്ടിനകത്ത് കയറി വന്നിരിക്കുന്നു. നീ എന്നെ കാണിക്കുന്നത്, അവരവിടെ ജോലിക്കാരാണ്. അത് മറന്നു പോയല്ലോ. നിന്റെ പാസ്പോർട്ട് കാണിക്കേ. പാസ്പോർട്ട് കാണിക്കേ. പേരെന്നാ? ബെഞ്ചമിൻ ബ്രൂണോ ഡിസൂസ. എപ്പോ? എന്ത് ബെഞ്ചേന്ന് വീണേ? ബെഞ്ചേന്ന് വീണെന്നല്ല, ബെഞ്ചമിൻ ബ്രൂണോ ഡിസൂസ വിൽഫ്രഡ് എന്നാണ് ഫുൾ നെയിം. ഫുൾ ടൈം. വലിയ കൂടിയ ടീമാകട്ടെ. അതല്ലേ? കുഞ്ഞുമോൻ മകൻ ശശി. ഇതാണ് അത് ഒഫീഷ്യൽ നെയിം. ആഫ്രിക്കയിൽ എന്നെ ആഫ്രിക്കൻ ശശി എന്നാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കൻ മുഷീന്നൊന്നുമല്ലോ. അല്ല, അപ്പൊ ഈ പേരോ? അത് ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേരാണ്, ബെഞ്ചമിൻ ബ്രൂണോ വിൽഫ്രഡ് ഡിസൂസ. ആണല്ലേ? അവിടെ എന്താ ജോലി? എന്താ അവിടെ ഞാൻ ഈ കുളമൊക്കെ ഇങ്ങനെ കൊട്ടേഷൻ എടുത്തിട്ട് അതിനകത്തൊന്ന് ആഫ്രിക്കൻ പായൽ വാരി പുറത്തേക്ക് തള്ളും. 6 ശമ്പളമുണ്ട്. എത്ര? 6 ശമ്പളം. ആർക്കൊക്കെ ശമ്പളം ഉണ്ടായിട്ട് എന്നാ കാര്യം? നിങ്ങൾക്ക് ശമ്പളം വേണ്ടേ? 6 ശമ്പളം എന്നല്ല പറഞ്ഞത്, 6 ശമ്പളം ഉണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? 6000 രൂപ ശമ്പളമാണ്. ഇത് ദുബായിക്ക് പോകാൻ വെയിറ്റ് ചെയ്യുന്ന ഒരാളാ. ഇവനെ പറഞ്ഞു വിടല്ലോ സാറേ, പറഞ്ഞു വിടല്ലോ. ദുബായിക്ക് പോകാനുള്ളവനൊക്കെ ഗുഡ്സ് വണ്ടിയിലെങ്ങനെ കയറ്റി പറഞ്ഞു വിട്. അല്ല ഈ 6 ശമ്പളം വൈഫിന് ഉൾപ്പെടെയാണോ 6 ശമ്പളം? വൈഫിന് വേറെ ജോലിയാണല്ലോ. വൈഫിന് എന്താ ജോലി? വൈഫിന് ഫിഷ് ഹണ്ടിങ്ങാണ്. ഫിഷ് കണ്ടിക്കോ? ആ, ഞാനിങ്ങനെ പായല് വാരി ഇങ്ങനെ പോകും, അവൾ പുറകെ ചെളിയിൽ നിന്ന് ഫിഷുകളെ ഇങ്ങനെ ഹണ്ട് ചെയ്ത് വരും. മീൻ കച്ചവടം അതാ പരിപാടി. അതാ പറഞ്ഞ ഫിഷ് കണ്ടിക്ക്. ഇവനെ എന്റെ വീടിനടുത്തെങ്ങാനും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, എന്റെ വീട്ടിലെ സിംഹത്തിനെ വിട്ട് ഇവനെ ഞാൻ കൊന്നേനെ. വീട്ടിൽ സിംഹോ? 3 എണ്ണം. 3 സിംഹം ഉണ്ടോ? എന്റെ മക്കളെ പോലാണ് ഞാൻ അത് വളർത്തുന്നത്. സിംഹത്തിനെ എങ്ങനെ ഇപ്പൊ വിളിക്കും സിംഹത്തിന്? ഇവിടെ വാന്നൊക്കെ എങ്ങനെ വിളിക്കും? അതെന്ത് പറഞ്ഞ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നിരുന്നു, ഞാൻ ചോറിടുന്നിടത്ത് വന്നിരുന്നു ഇങ്ങനെ 3 എണ്ണോട് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാൽ മടക്കി ഒറ്റ അടി വെച്ചു കൊടുക്കും. അപ്പൊ എന്നും പറഞ്ഞത് കരഞ്ഞുകൊണ്ടൊക്കെ. സിംഹത്തിന്റെ പേര് കൈസർണ. ഒരെണ്ണത്തിന്റെ പേര് ടോമി, ഒന്നിടത്തിന്റെ പേര് ശംഭു. വീട്ടിൽ പാൽ വാങ്ങുന്നത് ബിയറാണ്. പാലും ബിയറും കൂട്ടി അടിച്ച ഛർദിക്കല്ലേ? ബിയർ എന്ന് വെച്ചാ കരടി, അറിയില്ലേ? മാർക്കറ്റിൽ പോകുന്നത് കരങ്ങൻ. വീട്ടിൽ കഞ്ഞി വെക്കുന്ന കടുവയായിരിക്കും. അനിയാ ഒന്നിങ്ങി വരൂ. എവിടെ പോവുകയാണ്? ദുബായിക്ക് പോവാം. ഇവിടെ ദുബായ്. പാസ്പോർട്ട് ഇവിടെ വേണോ സാറേ? അതെ. കൊള്ളാട്ടാ.
Thank you. നീ ഒന്നും ഒരിടത്തും പോയിട്ട് ഒരു കാര്യമില്ല. എന്നപ്പോഴാണ് കളിച്ചതായിരുന്നു ഒരു നേരമായിട്ട് ഞാൻ ഞാൻ അവിടെ ഇരി തന്റെ മുഖം കണ്ടിട്ട് ചിരിയും വരുന്നു താൻ അവിടെ പോയി ഇരി. നമുക്ക് എന്താ വെച്ചാൽ സംഭവം ഉണ്ടാക്കാം അവിടെ ഇരുന്നോ. എന്തൊരു പണിയാ സാറെ കാണിച്ചത് ചുമ്മാ അതിന്റെ പാസ്പോർട്ട് അടിച്ചെടുക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറെ നേരം കൊണ്ട് മെക്കിട്ട് കയറാൻ വരുന്നു. അത് മീൻ കച്ചവടം എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ലല്ലോ മീൻ കച്ചവടം എന്ന് പറയുന്നത് അല്ലാതെ ഭാര്യയ്ക്ക് അവിടെ വേറെ വല്ല പണിയുണ്ടോ അവൾ അവിടുത്തെ കലാമണ്ഡലത്തിലെ ടീച്ചറാണ്. സൗത്ത് ആഫ്രിക്ക കലാമണ്ഡലമുണ്ടോ? ഇവിടെ സാമ്പാർ നൃത്തം പഠിപ്പിക്കുന്ന ഇവളല്ലേ അവിടെ? സാമ്പാർ നൃത്തം വെക്കോ? No, sampar. നീ ഒന്ന് എന്താ ചെറിയ കാര്യമുണ്ട് സാർ അവന്റെ തലയിലെ പേ മുഴുവൻ എന്റെ തലയ്ക്ക്. എന്റെ സാർ ഇങ്ങനെ ഇരുന്നാൽ ചവിട്ടിക്കൊണ്ട കാര്യമുണ്ടോ സാമ്പാർ നൃത്തം നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടല്ലേ തന്റെ അടുത്ത് ചോദിച്ചത് അത് പറയണ്ടേ, ഞങ്ങൾ കാണിച്ചു തരില്ലേ? സാറേ ഡിയർ, അവർ സാമ്പാർ നൃത്തം കണ്ടില്ല, 2 സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കാം അവർക്ക്. Of course. ഓക്കെ, ഞാൻ മ്യൂസിക് ഇട്ട് തരാം. ഡാൻസ് കണ്ടിട്ട് പോയി സാമ്പാർ നൃത്തം കണ്ടിട്ടുണ്ടോ? ഇല്ല അത് കണ്ടിട്ട് പോ എന്തായാലും പാസ്പോർട്ട് കയറി കളഞ്ഞില്ലേ ഓക്കെ ഓക്കെ ഓക്കെ, പ്ലീസ് ലിസൺ മീ. Siga moviendo la banda, movete machita, movete machita, movete machita, movete machita, movete machita. A ver, los pibes si te ayudan con esto, ¿qué dicen? La banda se mueve para, 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 se mueve para. Esta es la banda más loca que hay. ¡Muévalo! Y mueva la banda, mueva, mueva, mueva la banda. Y mueva la banda, mueva, mueva, mueva la banda. Y mueva la banda, mueva, mueva, mueva la banda. Y mueva la banda, mueva, mueva, mueva la banda. Y para vos, vuelve la asesina, porque ella para de bailar. ഞാൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പരിപാടി പോയത്? എടാ നെഞ്ചത്തൊന്ന് കാല് തുടങ്ങുന്നവനെ, എന്റെ ഭാര്യക്കാർ നീ പിടിച്ചു അല്ലേടാ? പിടിച്ചില്ല നിന്റെ സുദർശനെ ഞാൻ പറിച്ചു കളയും, പറിച്ചു കളയത്. താനെന്തിനാ ഇടയ്ക്ക് കളിക്കാൻ പോയത് ഞാൻ കളിച്ച് കരം കയറിയിട്ട് ഒരു അടി വെച്ച് കൊടുത്തതാ. ഇവിടുന്ന് ഞാൻ റെഡിയാക്കി തരാം. ദുബായ് ചെല്ലുമ്പോ സുഖം ഉണ്ടല്ലോ, സുഖം ശരിയായിക്കോളും. ബാഗ് നോക്കട്ടെ ചെക്ക് ചെയ്യാൻ ഒന്നുമില്ല സാറേ അതിനകത്ത്. എന്നാ ഇത്? അച്ചാറ് മീനച്ചാറ്. മീനച്ചാറായാലും വേണ്ടിയല്ല പെരിയാറായാലും വേണ്ടി നോക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. കാലെന്നെ നോക്കും. അടിപൊളി സാധനം. കഞ്ചാവിലേക്ക് കഞ്ചാവിലേക്ക് കഞ്ചാവ് അല്ല ഇത് രഞ്ജിത്തിന്റെ അമ്മ തന്ന കഞ്ചാവിലേക്ക് അല്ലേ? നിനക്ക് 4 വർഷം എവിടെ കിടന്നാ പറഞ്ഞത് എനിക്ക് 4 വർഷം ദുബായി നിൽക്കണം. ദുബായ് നിൽക്കണം. നാലാകട്ടെ 12 വർഷം നിൽക്കാം. നിൽക്കാവോ? ദുബായിലെ ദുബായിലല്ല, വേറെ സ്ഥലമുണ്ട്. അയ്യോ എന്നെ എവിടെ കൊണ്ടുപോകാനാ? സെൻട്രൽ ജയിലിലേക്ക്. അയ്യോ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല സാറേ. അയ്യോ നടക്കണം. ഞാൻ പാവാ സാറേ. എന്നെ കൊണ്ടുപോകണോ? നീ കൊണ്ടുപോകാം. എന്നെ കൊണ്ടുപോകണോ? സാറേ ഒരു മിനിറ്റ് പുള്ളിയോട് നീ യാത്ര പറഞ്ഞു. എന്നാൽ ഇത്രയും പ്രശ്നം ഉണ്ടായല്ലോ. അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്തെന്ന് കരുതി അത് മറിച്ച് വെച്ചോണ്ടിരിക്കണ്ട. സോറി കേട്ടോ. സോറി. നമ്മൾ എവിടുന്ന് വരുന്നു? ഞാൻ ആഫ്രിക്കയിൽ നിന്ന്. അതിന് ഞാൻ എന്നെ വേണോടാ പട്ടി. എന്റെ പാസ്പോർട്ട് കീറിയവനെ. ഹലോ മാ, ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണം ഞാൻ ഏത് എയർപോർട്ടിൽ ചെന്നാലും എന്നെ ഗ്രീൻ സാലറി വിടുന്നതാണ് ആള്. ആണോ? എന്നെ ആരും ചെക്ക് ചെയ്യാറില്ല. പക്ഷെ നമ്മളിവിടെ ചെക്ക് ചെയ്യും. നമ്മൾ ചെക്ക് ചെയ്ത് പറ്റുള്ളൂ ഇത് ഇന്ത്യയാണ് അറിയാമല്ലോ Come on, dear. എന്നെ പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയില്ലാന്ന് തോന്നുന്നു. ആയിക്കോട്ടെ ഞങ്ങൾ ഡ്യൂട്ടി നോക്കണം സാർ കയറി വരും അല്ല, ഒന്ന് ആലോചിച്ച് ചെയ്യുന്നതാണ് അല്ല നല്ലത്. കുഴപ്പമില്ല Come on, dear. Yeah, good. എന്തോ പ്രശ്നം ഉണ്ടല്ലോ. സൗണ്ട് കേട്ടല്ലോ സൗണ്ട് കേട്ടു. വന്നേ, വന്നേ. Come on, yeah. കോട്ട് ഊരി കഴിഞ്ഞാൽ ചിലപ്പോ ഇതിനകത്ത് വല്ല പ്രശ്നമാണെങ്കിൽ കോട്ടിനാന്ന് നോക്കി. അത് ഇത് ചിലപ്പോ ഇത് കംപ്ലൈന്റ് ആണെങ്കിലോ? ഇതിലെന്തെങ്കിലും കംപ്ലൈന്റ് വരും. കുഴപ്പമില്ല ഒന്ന് കയറി ചെയ്യും. കയറിക്കോളൂ അത് നിങ്ങളുടെ സംശയം ക്ലിയർ ചെയ്തോളാം, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഓക്കെ. ഇത് എന്താണെന്ന് ഷർട്ട് ഊരണം. What happened? അതൊക്കെ പിന്നെ പറയാം. സംഭവം ഉണ്ടല്ലോ. ഉണ്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഒരു പ്രശ്നമില്ല സാർ, നിങ്ങൾ ഇത് കംപ്ലൈന്റ് ആണ്, ഇത് കംപ്ലൈന്റ് ആണ്. ഇത് പ്ലീസ് നമ്മൾ ഡ്യൂട്ടി ആണ് പ്ലീസ് ഇനി പോണം. പിന്നെ പോണം നോക്കട്ടെ വന്നു
എന്തുണ്ട് നോക്കണോ ചെക്ക് ചെയ്യണോ എനിക്ക് നാണോ എനിക്ക് നാണോ എന്ന് പറഞ്ഞ പറ്റത്തില്ല, നമുക്ക് ഡ്യൂട്ടിയാണിത്. ഊരരുത് എന്ന് പറഞ്ഞ പറ്റത്തില്ല. എന്റെ ഭാര്യയുടെ വെച്ച് മുന്നിൽ വെച്ച് ഇത് ചെയ്യരുത്. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇല്ല, നമ്മളത് പറ്റത്തില്ല. അങ്ങനെ ചെയ്യരുത്. എന്റെ ഭാര്യ നോക്കുന്നു, അയ്യേ കണ്ണ് പൊത്തടി കണ്ണ് പൊത്തടി കണ്ണ് പൊത്ത് എന്തെങ്കിലും ഞാൻ ഒരിക്കലും ഇങ്ങനെ നിന്നിട്ടില്ല, അതാണ്. കുഴപ്പമില്ല, നമ്മൾ ഡ്യൂട്ടിയുടെ ഭാഗം തെറ്റിദ്ധരിക്കും. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? പോയിട്ട് വരൂ. ഒന്നാ തീവ്രവാദം വേണം നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് നമ്മുടെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാതുണ്ട്. വരും. സംഭവം ഇപ്പൊ ഊരി നമ്മൾ ഇത്ര ഊരില്ലേ സാറേ? ഞാൻ പറഞ്ഞില്ലേ സാർ, ഇത് കംപ്ലൈന്റ് ആണ്. ഇതെന്ത് രണ്ട് കളർ? ഇതെന്താ പുറത്ത് രണ്ട് കളർ? മുഖത്തൊരു കളർ, കയ്യിലൊരു കളർ, കളർ വേറെ. സാർ അത് ഞാൻ ശരിക്കും മലയാളിയാണ്. ഞാൻ ആഫ്രിക്ക ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആഫ്രിക്കൻ ഗോന വരാന്നെങ്കിലും ഞാൻ അകപ്പെട്ടു പോയി. അങ്ങനെ എന്നെ വഴി കാണിച്ചു തരാൻ വന്ന ആളാണ്. എന്നെ വിട്ടില്ല, എന്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എപ്പോ പുറത്തോട്ട് പോയാലും അപ്പൊ മാച്ച് ചെയ്യാൻ വേണ്ടി കരി തേച്ച് വിടും ഇവള്. സാർ ഇത് കംപ്ലൈന്റ് ആണ് സാർ. നിങ്ങൾ ഇത്രയും ആഴ്ച നോക്കിയില്ലേ സാർ? ഒരു കാര്യം ചെയ്യും, എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു. കംപ്ലൈന്റ് വല്ലോ ആണോ സംഭവം? അതാ എനിക്ക് സംശയം. കംപ്ലൈന്റ് ആണെങ്കിൽ പണി കിട്ടിയത് തന്നെ. കാര്യം സാർ, ഒരു മിനിറ്റ് ഇപ്പൊ വരാം, ഒരു മിനിറ്റ് പ്ലീസ്. ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ഒന്ന് ഡിസ്കസ് ചെയ്യാം. സാർ വിളിക്കും. ചുമ്മാ മാന്യന്മാരെ ആക്ഷേപിക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. മനുഷ്യ, നിങ്ങളുടെ കൂടെ കൂടി ഞാൻ വൃത്തിയായിട്ട് മലയാളം പറയുമെന്ന് അവരെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, എന്നെ അവര് കഴിച്ചു കീറും. എടി, ഈ സാമാനത്തിന് ഒരു കംപ്ലൈന്റും ഇല്ല, അത് നല്ലത് തന്നെയാണ്. ഈ ഇന്ത്യക്കാരെയൊക്കെ പറ്റിക്കാൻ എളുപ്പമാണെന്ന്. മനുഷ്യ, നിങ്ങൾ എന്നോട് പോലും പറയാതെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എന്തുവാ? ഈ ടൂട്ടു അടിച്ച എന്തിനാന്നറിയാമോ? എടി, അണ്ണ ഒന്ന് ഇതിനകത്തിരിക്കുന്ന എന്താണെന്നറിയാമോ? കടന്ന് ബഹളം വെക്കാതെ, ആ മണ്ടന്മാർ ഇത് അറിഞ്ഞിട്ടില്ല. ബാബാ നമുക്ക് പോകാം. സോറി കേട്ടോ. എന്താ സാർ, ഒപ്പം മനസ്സിലായില്ലേ? ക്ഷമിക്കണം, ഞങ്ങൾ നിരപരാധിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടിച്ചെങ്കിൽ കേട്ടോ മാഡം, പ്ലീസ്. സാരമില്ല സാരമില്ല, അതെല്ലാം മതി എടുക്കാം. സാറിന്റെ ഡ്രസ്സ് അതെ സാർ, പോകുന്നതിന് മുമ്പേ നമ്മളൊരു ചെറിയൊരു പടമുണ്ട് സാറിന്റെ. ഏത്? സാറിന്റെ ചെറിയൊരു പടമുണ്ട്, ഒന്ന് കണ്ടിട്ട് വന്നോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. അതെങ്ങനെ? ഒരു ചെറിയ ടെലിഫിലിം പോലെ ചെറിയ സംഭവം. എവിടെ? വേണ്ടൊന്ന് കണ്ടേ, കണ്ടോ? ഞാനാണല്ലോ, കൊള്ളാമല്ലോ അത്. മൊത്തം കണ്ടോ? കണ്ടല്ലോ. അതിപ്പോ നമ്മളെ CC ക്യാമറ പതിഞ്ഞ ദൃശ്യങ്ങളാണ്, മനസ്സിലായോ? ഇപ്പൊ ഇനി എന്ത് പറയുന്നു? പോകാം. ഇങ്ങോട്ട് പോവാനാ? സാറ് വിളിക്കുന്നിടത്തോട്ട് പോവാം. ആണല്ലേ? ഈ CC ക്യാമറ കണ്ടുപിടിച്ചോ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. പോകാം. അപ്പൊ വിനയേട്ടാ, നമ്മൾ ഈ മരുഭൂമിയില് സാധാരണ എന്താണ് കൂടുതൽ കാണാറ്? മരുഭൂമിയില് ഒരുപാട് മണലുണ്ടാകും, ഈന്തപ്പന ഉണ്ടാകും, ഒട്ടകം ഉണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മരുഭൂമിയിൽ കൂടുതൽ. ഒട്ടകം നമ്മൾ കാണാറുണ്ട്. നമ്മൾ സാധാരണ മരുഭൂമിയിൽ ആനേനെ കാണാറുണ്ടോ? മരുഭൂമിയിൽ ഒരിക്കലും ആന ഉണ്ടാവില്ല. പക്ഷെ മരുഭൂമിയിൽ ആന ഉണ്ടെന്ന് പറയുന്ന 3 പേരാണ് ഇന്ന് കോമഡി സൂപ്പർ നൈറ്റ് 2 ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം കിച്ചു, ബാലു ആൻഡ് സംസ്കൃതി. जिंगलिया जिंगलिया सितरा कोले सिलकुराल, जिंगलिया जिंगलिया सितरा कोले कलकराल, जिंगलिया जिंगलिया सितरा कोले सिलकुराल, जिंगलिया जिंगलिया सितरा कोले कलकराल.
വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഏറ്റവും ആദ്യം ആംബ്രോസ് തന്നെ എനിക്ക് നല്ലൊരു ഹായ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താണെങ്കിലും തൃപ്തിയായി. ആദ്യമേ തന്നെ തിരിച്ച് ഹായ് പറഞ്ഞില്ലേ? ഹലോ അല്ലേ പറയേണ്ടത്? ഹലോ. ഓക്കെ. അപ്പൊ മരുഭൂമിയിലെ ആന, അതെന്താണ് അങ്ങനെ ഒരു പേരിടാൻ കാരണം ശരിക്കും? ഞാൻ പറഞ്ഞ പടത്തിലെ കുറച്ച് ഒരു നായക ക്യാരക്ടർ ചെയ്ത ആളാണ് കിച്ചു. കിച്ചു പറയുന്നത് അതിന്റെ അല്ല, വലിയ വലിയ ചോദ്യങ്ങൾ വരുമ്പോ എപ്പോഴും ഇങ്ങനെയാണ്. ബുദ്ധിപരമായിട്ടുള്ള ചോദ്യത്തിന് അവനെയാണ്. എന്നോട് തുടക്കത്തിലേ പറഞ്ഞു, അതായത് അധികം ചോദ്യം എന്നോട് ചോദിക്കണമെന്നില്ല. ഈ സിനിമയിലൊരു മറ്റേ നായക കഥാപാത്രം ചെയ്തിരിക്കുന്ന കിച്ചു ആണ്. ഇത് പേടിച്ചിട്ട് ബിജുവേട്ടൻ വരാത്തത്. അല്ല, അത് ചോദിക്കാൻ വേണ്ടി ഇരിക്കണായിരുന്നു. കാര്യം ഇവിടെ എല്ലാരും എക്സ്പെക്ട് ചെയ്തിരിക്കണായിരുന്നു മരുഭൂമിയിൽ ആനയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ട് ബിജുവേട്ടൻ വരും, പുലി വരും എന്ന് പറഞ്ഞ സീനായി. ഇതുവരെ പുലി വന്നിട്ടില്ല. പുലി വന്നില്ല. മാനവരും എന്നുള്ള പറച്ചിലായിരുന്നു. പക്ഷേ ബിജുവേട്ടന് തൊണ്ടയ്ക്ക് നല്ല സൗണ്ട്. ബിജുവേട്ടൻ എന്ന് പറയുന്നത് നമുക്കൊരു ബേസ് സൗണ്ട് ഉണ്ടല്ലോ, അത് ബേസ് ഇപ്പൊ ഇല്ല. ഇപ്പൊ ബേസ് ഇല്ലാത്ത ബിജുവേട്ടനെ ഞങ്ങൾ സമ്മതിക്കില്ല. ബേസ് ഇല്ലാത്ത ബിജുവേട്ടനെ നമുക്ക് മലയാളികൾക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റില്ല. ഈ മറ്റേ ആൻഡ്രിയക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, മരുഭൂമിയിൽ ആനയുണ്ടാവുമോ? അതായത് മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു അറബികൾ അല്ലേ? ആന കേരളത്തിലെ ഒരു സംഭവം. അപ്പൊ ബിജുവേട്ടനൊരു ഹാഫ് അറബിയാണ് പടത്തിൽ. അതാണ് മരുഭൂമിയിലാണ് 50-50 ആണ്. കഥ പറഞ്ഞെന്ന് പറഞ്ഞ VKP ഇടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സത്യം പറഞ്ഞു. അല്ല, ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം, ആരിടിച്ചാലും VKP ഇടിക്കില്ല. പാവം പിഞ്ചു കുട്ടിയാണല്ലേ. അല്ല, നീ കഥ പറഞ്ഞോളൂ. അതാണ് മരുഭൂമിയിൽ ആന എന്ന് പറയാൻ ഇടാൻ കാരണം അതാണ്. പിന്നെ ഈ മരുഭൂമിയിൽ ഒട്ടകം എന്നിട്ടേനെ ഈ ചോദ്യം വരില്ലല്ലോ. ഒരു വെറൈറ്റിയാണ് ഉദ്ദേശിച്ചത് വൈവി രാജേഷ്. അതുകൊണ്ടാണ് മരുഭൂമിയിൽ ആന മെയിൻ ആയിട്ട് വരാൻ. പിന്നെ കേരളമൊക്കെ ആനയുമ്പോ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ഉത്സവം പറ്റില്ല. ആക്ച്വലി ഇതൊരു എഴുന്നള്ളിപ്പിന്റെ കഥയാണ്. ഞങ്ങൾ ആ അറബീനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ പല എഴുന്നള്ളിച്ച് പല സ്ഥലത്ത് കൊണ്ടുപോകണ പോലത്തെ ഒരു സംഭവങ്ങളാണ് പടത്തിൽ. അതുപോലെ അങ്ങനെ ഷെയ്ഖിനെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയ്ഖ് തീർക്കുന്നതാണ് കഥ. നമ്മുടെ സംസ്കൃതി പാവം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ലൊക്കേഷനിൽ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത്. അപ്പൊ സംസ്കൃതിയുടെ ക്യാരക്ടർ എന്താണ് ആ ഒരു ഫിലിമില്? കീർത്തി എന്നൊരു പറഞ്ഞ ക്യാരക്ടർ, കാമുകൻ കാമുകി എന്ന് പറഞ്ഞ ഒരു സംഭവം, ആ ഒരു ഇതിലാണ് പോകുന്നത്. എന്താ വെച്ചാൽ ഒരു സിമ്പിളായിട്ടൊരു ഒരു കുട്ടി നാട്ടുമ്പുറത്ത് പോസ്റ്ററിലും കൊണ്ടു കൊടുത്ത് വെക്കണ്ട, കള്ളി കൊണ്ടു കൊടുത്ത് മടക്കി കുത്തി. ഞാൻ നോക്കിയപ്പോ ഇത് ആരുടെ ഒട്ടും ചേർച്ചയില്ലല്ലോ, കള്ളിമുണ്ടെന്ന് വിചാരിച്ച് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഈ ചങ്ങായി. അല്ല, വെറുതെ എടുത്ത ഫോട്ടോ. നമ്മുടെ പോസ്റ്റർ ഒരു പ്രൊമോഷന് വേണ്ടി ഒരു രസകരമായ കോമഡി മൂവി അല്ല, അപ്പൊ അതിനുവേണ്ടി ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്. സീനിലില്ല മുണ്ടെടുത്തിട്ട് ലൊക്കേഷനിലെ പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു? കിച്ചുവിന്റെ ക്യാരക്ടർ എന്തായാലും? എൻ്റെ ക്യാരക്ടറിന്റെ പേര് സുഗു എന്നാണ്. ഈ മൈനക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സുഗു കമലൻ എന്ന് പറയുന്ന ഒരാളുടെ മോളാണ് കീർത്തി. കീർത്തിയായിട്ട് ആസ് യൂഷ്വൽ പ്രേമം. ഏതൊരു ശരാശരി മലയാളിയെ എന്താണ് സ്ഥിരമായിട്ട് സിനിമകളിൽ നിങ്ങൾ കാര്യമായിട്ട് പ്രേമിക്കുന്നില്ല? ഇല്ല. പ്രേമം എന്ന് പറയുന്ന വലിയ സിനിമയിൽ ഞാനും ശബരിയാണ് പ്രേമിക്കാറ്. അത് പ്രേമിച്ചില്ല. അതെങ്ങനെയാണ് നിവിൻ പോളി മാറി പ്രേമിക്കും? സമയം കിട്ടട്ടെ, ഗ്യാപ്പ് കൊടുക്കല്ല. അതിനുശേഷം ഞാൻ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി കണ്ട് നന്നായി പ്രേമിച്ചു. നിങ്ങൾ അതിൽ ഇച്ചിരി ഒളിച്ചോട്ടം പരിപാടി കാര്യങ്ങൾ വീണ്ടും പ്രേമം. അപ്പൊ അങ്ങനെ ഏതൊരു മലയാളിയെ പോലെയും കടവും കാര്യങ്ങളും ശരാശരി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മള് വിദേശത്തേക്കാണല്ലോ പോവുക. അങ്ങനെ അവിടെ ചെന്നു. അവിടെയും രക്ഷപ്പെടാണ്ട് സുഗു എന്ന് പറഞ്ഞ ക്യാരക്ടർ തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ഈ ഒരു അറബിയെ കാണുന്നു. ആ അറബീനെയും കൊണ്ട് മൈനക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ചെന്ന് ആ അറബി സുഗുവിന്റെ പ്രശ്നങ്ങൾ തീർക്കുന്നതാണ് സിനിമ. അതിൽ സുഗുവിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് മാർട്ടിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ബാലു ചെയ്യണത്. എന്റെ ക്യാരക്ടറിന്റെ അളിയനാണ് ഹരീഷ് എന്ന് പറഞ്ഞ അവൻ ചെയ്യാണ് സംഭവം. അങ്ങനെ ഉള്ള ഒരു സിനിമയാണത്. വീണ്ടും ഞാൻ പറയണു, മരുഭൂമിയിലാണ് നല്ലൊരു വളരെ വളരെ നല്ല സിനിമയാണ്. ഇത് മറ്റേ ബാലുവിന്റെ ക്യാരക്ടർ മറ്റേ കിച്ചുവിന്റെ സുഹൃത്ത് മാർട്ടിൻ. എന്റെ ക്യാരക്ടറിന്റെ പേര് മാർട്ടിൻ എന്നാണ്. മാർട്ടിൻ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിലെ ഒരു പാവം ചെക്കനാണ്. പാവം ചെറുക്കനായിരിക്കില്ലല്ലോ. അല്ല, പാവം ചെറുക്കനായ സുഗുവിന്റെ വഷളായ കൂട്ടുകാരനാണ്. അപ്പോ ഇയാള് പക്ഷെ ജോലി ചെയ്യുന്നത് ദോഹയിലാണ്. അപ്പോ ദോഹയില് സുഗുവിനെ ഞാനിവിടെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തിരിച്ചു വരികയും അങ്ങനെയൊക്കെയാണ്. നാട്ടിലും ഇല്ലേ നിങ്ങളൊരു? അതെ, നാട്ടിലും ഉണ്ട്. ദോഹയില് ഷൂട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു? 10 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അറബി പഠിച്ചിട്ടുണ്ടാവുമല്ലോ? അത്യാവശ്യം ഞങ്ങളുടെ രണ്ടുപേരും അറബി. ബാലു അറബി പറയുന്നു. ആ ഒരു ഡയലോഗ് ഒന്ന് പറയാൻ ഞങ്ങൾക്ക് കേൾക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് രസമായിരിക്കും. കാര്യം നിങ്ങൾ രണ്ടുപേരും മറ്റേ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ വരുമ്പോ ആളുകള് എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്.
അത് നിങ്ങക്ക് അറബി മനസ്സിലാവും? അത് കുഴപ്പമില്ല. അല്ല ഞങ്ങക്ക് പ്രശ്നമില്ല. അല്ല അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ലാതുണ്ടായി. ഇല്ല, ഇല്ല. ഇതാണ് ഇത്രേ ഉള്ളൂ. ആർക്കും മനസ്സിലാവരുത്. നിക്കാവുന്ന തരുന്ന് നമ്മുടെ കൂട്ടുകക്ഷികളാണോ? അതെ. മരുഭൂമിയിൽ ആന എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? ചേട്ടൻ അതില് പാപ്പാൻ കേരളത്തിലെ പ്രശസ്തനും പ്രതിഭാധനനുമായിട്ടുള്ള വലിയൊരു ആനപ്പാപ്പാനാണ്. എന്റെ പേര് ഷാജി പാപ്പാൻ. ഷാജി പാപ്പാൻ എന്താ സംബന്ധം അറിയട്ടെ? ഈ ഒരു ഇതിലേ വേഷം അഭിനയിക്കാൻ വേഷമൊന്നും ഉണ്ടായില്ല. അഭിനയിക്കാൻ ഞാനില്ല. ഞാൻ അമരത്തോടു കൂടി അഭിനയം നിർത്തിയല്ലോ. പിന്നെ അമരത്തിൽ ഞാനും അശോകനും കൂടെ ആയിരുന്നു. അപ്പൊ ഈ ഡയറക്ടർ നടുക്കിരിക്കുന്നു, ഞങ്ങൾ രണ്ടും രണ്ട് സൈഡിൽ നിൽക്കുന്നു. അപ്പൊ ഡയറക്ടർ ഡയലോഗ് പറയുന്നു, ഞാൻ കേട്ടോണ്ട് നിൽക്കും. അപ്പൊ പുള്ളി ഷാജി അതങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ അശോകൻ അപ്പുറത്ത് ഇങ്ങനെ. അപ്പൊ അങ്ങനെ വെച്ച് വെച്ചൊരു പഞ്ചായത്ത് മൊത്തം പട്ടികൊര അങ്ങ് തുടങ്ങി. പിന്നെ ഡയറക്ടർ പറഞ്ഞ വിട്ടോളാൻ. പിന്നെ അശോകനെ കണ്ടിട്ടില്ല. അശോകനെ കാണും. ആണോ? അശോകൻ ഇങ്ങനെ റോഡെ കാറേ പോകുന്നുണ്ടോ ഞാൻ ആനയെ പോകും ഇങ്ങനെ. അപ്പൊ അശോകൻ ഗ്ലാസ് വെക്കും, ഞാൻ ആനപ്പുറത്തിട്ടുണ്ട് മെളിയും താഴത്തും ഹോ ഹോ ഫ്രണ്ട്ഷിപ്പാണ്. അതാണ് പരിപാടി. ചേട്ടൻ എന്താ ചെറുതായിട്ട് ആടുന്ന കള്ളു കുടിച്ചിട്ടുണ്ടോ? ഉണ്ട്, കുടിച്ചു പോകുന്നേ. എന്തിന്? ആനയ്ക്ക് വയ്യ, ആനയ്ക്ക് അസുഖമാണ്. ആനയ്ക്ക് അസുഖമാണെങ്കിൽ ചേട്ടൻ കള്ളു കുടിക്കാൻ? അല്ല, ആനയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ നമ്മളും അത് കഴിക്കണ്ടേ? ഇല്ല, ആന കഴിക്കൂ. ആനയ്ക്ക് കള്ളു കൊടുക്കൂ? അതറിഞ്ഞൂടല്ലേ? ഭരതമുനിയുടെ ആനശാസ്ത്ര പ്രവേശികയിൽ പറയുന്നത് എന്താ? ആനയ്ക്കു ദേഹത്തിന് അസ്വാസ്ഥ്യമാകിലോ ഒപ്പിയാർ അല്പാൽപ്പം പാപ്പാനും ഒപ്പമേ. ഈ അവസാനത്തെ ചേട്ടൻ എഴുതി വെച്ചാണോ ഒപ്പമേ എന്നുള്ളത്? ഒപ്പമേ മാത്രമല്ല, ഭരതമുനി എഴുതിയിരിക്കുന്ന നാട്യശാസ്ത്രമാണ്, ആനശാസ്ത്രമല്ല. അല്ല, ഇത് എഴുതി കഴിഞ്ഞിട്ടാ അത് എഴുതിയത്. അതല്ല, ഫസ്റ്റ് ഇതാണ് എഴുതിയത്. ചേട്ടാ, എനിക്ക് എപ്പോഴുള്ള ഒരു സംശയം. എന്താണ്? അതായത് ഈ ആനപ്പാപ്പന്മാര് കംപ്ലീറ്റ് ആണുങ്ങളാണല്ലോ. ഈ സ്ത്രീകൾ അല്ലെ, സ്ത്രീകൾ എന്താണ് ഈ ഒരു പ്രൊഫഷൻ എടുക്കാത്തത്? അല്ലാതെ സർവ്വസാധാരണമായിട്ട് നിങ്ങളുടെ സംശയം ശരിയാണ്. കാരണം ഞാനിപ്പോ നിങ്ങൾ എന്താ വിളിച്ചത്? ആന പാപ്പാനാണോ? ആന പാപ്പാനാണോ? ആ, ആനയോടൊപ്പം ഒരു ഗാംഭീര്യം എനിക്ക് ഉണ്ടല്ലേ. പക്ഷെ ഒരു പെണ്ണാണെങ്കിലോ ആന പാപ്പി എന്ന് വിളിക്കാൻ നാണക്കേടാ, സ്ത്രീകൾക്ക് നാണക്കേടാ. അതുകൊണ്ട് ആരും വരാതെ. എന്തോ പിന്നെ ഈ ഉത്സവ പറമ്പിലൊക്കെ ആനയുടെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരില്ല, എന്താ? ആന അത് കരയുന്നതാന്നേ. ആനക്ക് അറിയുന്ന പിന്നെ അത്രയും ഗാംഭീര്യമുള്ളവനാണെങ്കിലും സങ്കടം വന്നാൽ കരയാതിരിക്കുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ നാടിന്റെ ആഘോഷമാണ്. അപ്പൊ അവിടെ വരുന്ന ഈ പിന്നെ ജനം ഉടുത്ത് അണിഞ്ഞൊരുങ്ങി, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ചെറുപ്പക്കാരന്മാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, മധ്യവയസ്കരുണ്ട്, പ്രായമുള്ളവരുണ്ട്. ഇവരെല്ലാം വസ്ത്രധാരണം ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കുന്ന ഇതിന്റെ നടുക്ക് തുമ്പിക്കൈയൊക്കെ നീട്ടി കറുത്ത് വൃത്തികെട്ട രണ്ട് പല്ലും തെള്ളി കറാന്ന് കറുത്തൊരു ജീവി ഒരൊറ്റ തുണിയില്ലാതെ നിൽക്കുക. എല്ലാരും അങ്ങ് നോക്കുക. ആനയ്ക്ക് നാണക്കേടുണ്ടാകാൻ ആന കരഞ്ഞു പോകും. നമ്മളാലും സങ്കടം വരും. അല്ല ചേട്ടാ, നമ്മുടെ പടത്തിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ആ ഭാഗത്ത് ഒരു വെള്ളക്കാറിൽ ഓടി ചേട്ടനിപ്പം ചാൻസിന്റെ പരിപാടിയാണെങ്കിൽ നമ്മളിപ്പോ ഈ പടത്തിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അടുത്ത പടത്തിന്റെ ഡിസ്കഷൻ പരിപാടിയൊക്കെ അവരുണ്ട്, പുറത്തുണ്ട്. അവരായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോ പുറത്ത് ഒരു വെള്ള ഒരു ഓടി കാറുണ്ട്. വെള്ളക്കാറോ? വെള്ള ചേട്ടാ ചെന്ന് ഞങ്ങളുടെ ഒന്നും ഞാൻ ഒരു കാര്യം, ഞാൻ ഇതുവഴി അങ്ങ് പോവാം. സാർ ഇവിടേക്കല്ല, ഞാൻ ഇതുവഴി അല്ല, അവരവിടെ ഉണ്ട്. നിങ്ങക്ക് വേണമെങ്കിൽ അവസരം ചോദിക്കണമെങ്കിൽ പോവാം. അല്ല, അതെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ എന്റെ ആനയുടെ ദേഹത്തെ കാറ് ചെറുതായിട്ടൊന്ന് ഒരു കാറിടിച്ചോ? ആനനെ ഇടിച്ചൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ആ കാർ ഇങ്ങോട്ട് വന്ന് ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പൊ ഒരുത്തൻ ഇറങ്ങിയിട്ട് എന്റെ അടുത്ത് ആടാ എന്നൊരു ചോദ്യം. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എന്തോ ഇത് എവന്റെ അടുത്ത് പറഞ്ഞു പോടാന്ന് വിളിച്ചാ ആന ഇത് കേട്ട് ഞാൻ വഴക്ക് കൂടുക വിചാരിച്ചു. ആന ചെറുതായിട്ട് ആ കാറ് ഒരു ചവിട്ടി കാറ് ചെറുതായിട്ട് കാറിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യേ? അവരിറങ്ങി ഓടി.
പോയി വിട്ടോ. ഞാൻ വിട്ടോ കാണാം. അൽപോ കാണാം. അപ്പൊ നിങ്ങളുടെ ലൊക്കേഷനിൽ എന്താണെങ്കിലും ആന ഇല്ലാത്തത് എന്തുകൊണ്ടും നല്ലതാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇതുപോലത്തെ ആനപ്പാപ്പന്മാര് വന്ന് എല്ലാം കുളമാക്കി വച്ച് തന്നേരെ. 10-30 ദിവസം ഇങ്ങനത്തെ ഒരു സാധനത്തിന് സഹിക്കുക ഒട്ടും എളുപ്പമല്ല. നിങ്ങൾ ഇവിടെ എപ്പോഴുള്ള സ്ഥിരമില്ല ആണല്ലേ? എനിക്ക് തോന്നുന്നു ഈ ആനയെന്നൊക്കെ കേട്ടോണ്ട് പുള്ളി കയറി വന്ന. എനിക്ക് തോന്നുന്നു കൊങ്ങിണി ഭാഷയാണ് ഇദ്ദേഹത്തിന്റെ മദർ ടങ് അല്ലേ. അപ്പൊ ഇത് കാണുന്ന ഒരുപാട് ആളുകൾക്ക് കൊങ്ങിണി ഭാഷയെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. ഞാൻ ഈ ഫോട്ടോ വെച്ച് பார்த்து ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കൊങ്ങിണി പറയുന്നത്. അപ്പൊ സംസ്കൃതി നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊങ്ങിണി ഭാഷയിൽ സംസാരിക്കണം. അതെ, എന്താ പറയണ്ടേ? ചീത്ത വെച്ച് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് സുഖമാണോ എന്ന് ചോദിക്കാലോ അല്ലെ? ഓക്കെ. അല്ലെങ്കിൽ മരുഭൂമിയിലാന കാണണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മരുഭൂമിയിലാന കാണണമെന്ന് പറയണം. അതിനു മുമ്പ് നീ ഭയങ്കര മരുഭൂമിയിലാന നല്ല സിനിമയാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. നിങ്ങൾ പോയിട്ട് ആ പടം കാണണം. നമുക്ക് കാണുന്ന ആളുകൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ പഠിപ്പിക്കുക അല്ലേ. അവസാനം പറഞ്ഞാൽ മതി ഈ സിനിമ നല്ല സിനിമയാണെന്നുള്ള അവസാനം പറഞ്ഞാൽ മറക്കരുത്. ഓക്കെ, ആദ്യം നിങ്ങളുടെ പേരെന്താണ്? ഈസിയാണ്, ഈസി ആയിട്ട് പഠിക്കാം. എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരൂ. അടിപൊളിയാണ്. അതല്ലേ അല്ലേലും വിനേട്ടൻ അങ്ങനെ എന്ത് പറഞ്ഞാലും ഭക്ഷണത്തിൽ മാത്രമേ ഉള്ളൂ. അവസാനം അതിലെത്തും. ഭക്ഷണത്തിലല്ലേ എന്റെ പൊന്ന്. ഇത് ഹിന്ദി എന്താ വിഷയം എന്ന് പറയുന്നത്? ഹിന്ദിയായിട്ട് ഭയങ്കര റിലേഷൻ ഉണ്ടല്ലോ. ഹിന്ദി മറാഠി ഒക്കെ ആയിട്ട് ഒരു ലിങ്ക് ഉണ്ട്. ആണോ? ഒന്നുകൂടെ പറഞ്ഞ മക്ക ഭൂക്ക് ലഗത്തി. മക്ക ഭൂക്ക് ലഗത്താ ഖാനദിയായി. കാണതിയായി ഒരു ഉള്ളാടൻ കുങ്ങണിയാണ്. അതെ, എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞു തീരുമ്പോഴത്തേക്കും നമ്മൾ വിശന്ന് മരിച്ചു കൈവച്ച് ആക്ഷൻ കാണിക്കണ ലാഭം. നമുക്കിത് അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ, മറ്റേ കൊങ്ങിണി ഭാഷയിൽ പറയും. മരുഭൂമിയിലാന വളരെ മികച്ച സിനിമയാണ്. നിങ്ങൾ എല്ലാവരും ഏറ്റവും അടുത്ത ദിവസം തിയേറ്ററിൽ പോയി കാണണം. അല്ല, അത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുണ്ട്. കൊങ്ങിണി അറിയില്ലോ, നമ്മളിപ്പോ പറഞ്ഞു കൊടുത്തില്ലടാ. എന്റെ പൊന്ന് അല്ല, നമ്മുടെ പ്രൊമോഷൻ ആകാരം നടക്കണേ. പറയൂ, പറയൂ. मरुभूमीला आम्हाला लाईक चांग से नंतर तुम्ही पुरा जणा नाही तुमगे लगे खंचे थिएटर्स की थेम पोळ उचिन पोळो का थँक यू. എന്താണെങ്കിലും ഇത്ര ഉഗ്രനായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ട് കൂടി നമുക്ക് എന്താണെങ്കിലും പാടിച്ചേക്കാം. പാട്ട് എന്തായാലും പാടും. പക്ഷെ കൊങ്ങിണി പാട്ട് അറിയോ? കൊങ്ങിണി എന്തെങ്കിലും കൊങ്ങിണി ഫോക്ക് ഇല്ലേ അല്ലേ? കൊങ്ങിണി ഫോക്ക് അറിയോ? മറ്റേ ഗോവൻ സാധനങ്ങളൊക്കെ. ഇല്ല, ഗോവൻ സാധനം ഞങ്ങളുടെ ഡിഫറൻസ് ഉണ്ട്. ആണോ? എന്നാ കൊങ്ങിണി മാത്രം പാടിയാ മതി. മലയാളം വേണ്ട. മലയാളത്തിൽ പാടിക്കുള്ളൂ. മലയാളത്തിൽ കുറച്ചുകൂടി നന്നായി പാടുന്ന ആളുകളൊക്കെ ഇല്ലേ? ഹിന്ദിയിൽ ഇപ്പൊ നല്ലതായിട്ട് പാടുന്ന ആൾക്കാരില്ലേ? പാടിക്കോട്ടെ, അന്ന് ഞാൻ ഒരു പാട്ട് പാടാം. ആ ലാംഗ്വേജ് ഏതാ നിങ്ങൾ പറയണം. റെഡി? ఏదో ఏదో చిలిపికల నా కన్నుల్లోనే దాజకిలా మళ్ళీ మళ్ళీ వేయకిలా నేనన్నే వీడే సంకెలా జుంతరంగలాగా అంతరంగమేదో జలతరంగలాగా మోగింద ఏమో ఇన్ని నాలు లేని కొత్త అల్లరేదో తెల్లవారమేదో ఏమైందో ఏమో. ഇത്ര നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ് ഇത്രയും നേരം നമ്മളിട്ട് ചിന്തിച്ചില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഭയങ്കര സൂട്ട് പാടി. ഇതിന്റെ അർത്ഥം അറിയോ? അല്ല, പാട്ട് പാടിയപ്പോ ഭയങ്കര രസമുണ്ടായിരുന്നു. അർത്ഥമൊക്കെ അറിഞ്ഞ് പാടുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നടിയാണ്, അറിയില്ലേ? നമസ്കാരം, ഞാൻ പ്രശ്നം വെക്കാൻ വന്നതാണ്. മുസ്തഫ, ആരോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. പ്രശ്നം പുള്ളിനെ മനസ്സിലായില്ലേ? പുള്ളി വലിയ പേരുടെ ജോത്സ്ന അല്ലേ? അതെ. പേരെനിക്കറിയില്ല. ഞാൻ കേട്ടായിരുന്നു, മറന്നുപോയി. ഞാൻ പറയാം. ഞാൻ പേര് കേട്ട ജോത്സ്യൻ പത്മഭൂഷൺ ആറ്റുകാൽ രമ്യാകൃഷ്ണൻ. രമ്യാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ പേരല്ലോ. ഭാര്യയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. വീട്ടിലൊക്കെ അവളാണ് നടത്തുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോത്സ്യൻ അല്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞാൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു മെമ്പറായിട്ടേ. റിസൾട്ട് വന്നപ്പോ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തോറ്റു. പിന്നെ ആ കൈപ്പത്തിയുടെ ഫ്ലെക്സ് വെറുതെ കളയണ്ടെന്ന് വെച്ച്
ഹസ്തരേഖ ശാസ്ത്രം ജ്യോത്സ്യം എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ഇറങ്ങി. എന്തായാലും പറയണോ അച്ചപ്പ, അപ്പൊ അല്ല അച്ചട്ടാ, എന്തു പറഞ്ഞാലും ഇവിടെ നിപ്പുണ്ടായിരുന്നോ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. പേര് ഞാനങ്ങോട്ട് മറന്നു. എന്താണാവോ പേര്? സംസ്കൃതി ഷനായി. സംസ്കൃതം ഇത്ര സ്റ്റേണായ സ്ഥിതിക്ക് നമ്മൾ സ്കൂളിലൊക്കെ ആ സിലബസ് അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൊബൈൽ എന്റെ ഇവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞതാണ്. എന്റെ കല്യാണം ആയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ചേട്ടന് ഇത് പറയാൻ പറ്റില്ല? എപ്പോ നടക്കും, എപ്പോ കല്യാണം നടക്കും, കല്യാണം എപ്പോ നടക്കും സംഭവം മനസ്സിലായി. കല്യാണം എപ്പോ നടക്കും, ഇവരൊക്കെ നടന്നു, അതിന്റെ ഒരു ഇതാണല്ലേ. ഞാൻ പറയാം കൃത്യമായിട്ടുള്ള വയസ്സ് ഒന്ന് പറയാ. 1991 ജനിച്ചത്. എന്നിട്ട് ആരും കൂട്ടി പറയും വയസ്സ് പറ കറക്റ്റ് ആയിട്ടുള്ളത്. 24 വയസ്സ്. 4 കൂടെ കൂട്ടും. മൂത്തോക്കി കള്ളം പറയല്ലേ? 24. 4 കൂടി കൂട്ടിയിട്ട് പറ. കറക്റ്റ് 24. നക്ഷത്രം ഏതാണാവോ? രോഹിണി. രോഹിണി നല്ല നക്ഷത്രമാണല്ലോ. കൃഷ്ണന്റെ നക്ഷത്രമാണല്ലോ. കൃഷ്ണന്റെ സ്വഭാവമാണോ? ആള് പാവം. അപ്പൊ ഒരുപാട് ഭാര്യമാരുണ്ടാകേണ്ട കക്ഷിയാണ്. അപ്പൊ എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് രോഹിണി നക്ഷത്രം, ചിങ്ങം, കന്നി, വ്യാഴത്തിൽ ധനുവിന്റെ അപഹാരം വന്നാൽ എന്തായാലും കല്യാണം നടക്കും. 100 വർഷം ഭാര്യയോടൊപ്പം താമസിക്കും. പോരെ? 100 വർഷം സന്തോഷമായിട്ട് ഭാര്യയോടൊപ്പം താമസിക്കും. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേര് കഴിഞ്ഞിട്ട് നിൽക്കണം. ചോദിച്ചു നോക്ക് എന്ത് സന്തോഷം ഉണ്ടാവും. അതോടുകൂടി സന്തോഷം നഷ്ടപ്പെടും. അതാ ശരിക്കും പറഞ്ഞു. പക്ഷെ എനിക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണാവോ പ്രശ്നങ്ങൾ? അല്ല മറ്റേ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. നക്ഷത്രം എന്താണ്? എന്റെ പൂരം. പൂരം അങ്ങനെ വരേണ്ട കാര്യമില്ല. പൂരം പിറന്ന പുരുഷനാണ്. പിന്നെ വരുത്തി വെക്കണതാണ്, വരേണ്ട കാര്യങ്ങളല്ല. അപ്പോ ഞാനൊന്ന് നോക്കട്ടെ. അപ്പോ 2016 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഏതാണ്ട് ഡിസംബറോടുകൂടി ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഡിസംബറിൽ ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ ഒന്നല്ല, ഇതുമായിട്ട് പൊരുത്തപ്പെടും. ഓക്കെ അല്ല, പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ശീലാവും. അതുമായിട്ട് ശീലം കറക്റ്റ് ആവും. ഹലോ, ജോത്സ്യ രമ്യാകൃഷ്ണൻ. ആരാന്ന് പറയാ? ഇത് 3-4 ദിവസമായിട്ട് ആരാ? അത് പറയാ. ആരാ? ഇത് 4 ദിവസമായിട്ട് എന്നെ ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് ചീത്ത പറയാ. ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ലെന്നേ. പ്രശ്നം വെച്ച് നോക്കിയാ അറിയാൻ കണ്ടുപിടിക്കാലോ. ഗണിച്ചോ? ഗണിക്കാൻ അറിയാൻ പാടില്ലാത്ത ഞാൻ എങ്ങനെ ഗണിക്കാനായിട്ടാണ്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. അപ്പൊ എന്തായാലും ഞാൻ അധിക സമയം നിൽക്കണില്ല. ഞാൻ ഈ മൊബൈല് ജോത്സ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ അത് തന്നെയല്ല, സന്തോഷമുള്ള ഒരു വാർത്ത പറയാം. എന്റെ മൂത്ത മോളുടെ വിവാഹമാണ്. അപ്പൊ മുഹൂർത്തം കുറിക്കണമല്ലോ, ജോത്സ്യനല്ലേ. അതുകൊണ്ട് നല്ലൊരു ജോത്സ്യനെ കണ്ട് മുഹൂർത്തം കുറിക്കാം എന്ന് കരുതി പോണ വഴിക്ക് ഇങ്ങോട്ട് കയറുന്നേ ഉള്ളൂ. നോക്കിക്കൂടെ ഈ പ്രശ്നം? ഞാൻ തന്നെയോ? സ്വന്തം മോളുടെ ജീവിതം എടുത്തിട്ട് ആരെങ്കിലും ബന്ധാടുവോ? എന്താ പറയണേ? ആവശ്യമില്ലാതെ. നമസ്കാരം, ഞാൻ ജോത്സന. ഞാൻ ജോത്സനാണ്. അല്ല, എന്റെ പേരെ പറഞ്ഞ ജോത്സന. ഓ ജോത്സന. ജോത്സനെ കാണാനായിട്ട് വന്നതാണ്. വിനയ്ക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ഞാൻ എവിടെ നിന്നാലും എന്നെ തിരക്കി അവിടെ ആള് വരും. അതെ, ഈ കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കടം മേടിച്ചു? അതല്ല, എന്റെ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പരിഹാരം കണ്ടെത്തി തന്നെ. പരിഹാരം ഞാൻ കണ്ടെത്തരാം. എന്താണ് പ്രശ്നം? എനിക്ക് പറയാനുള്ളത് എന്റെ ഭർത്താവിനെ കുറിച്ചാ. പറ. കഥാപ്രസംഗം പറയണ്ട, പറഞ്ഞു. അങ്ങേരെ ഞാനൊന്ന് കണ്ടിട്ട് മാസങ്ങളായി. നേരെ ജോലി ഒന്ന് കണ്ടിട്ട് കണ്ടിട്ട് മാസങ്ങളായി. അങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയും വീട്ടിലേക്ക് തിരിച്ചു വരാൻ. 3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുള്ളൂ. അത് വന്നതോ വെളുപ്പിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ കടച്ച് മുറിയിലിരിക്കും. 6 മണിയാകുമ്പോഴത്തേക്ക് അയാൾ പോവുകയും ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ വെളുപ്പിന് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 6 മണിക്ക് തിരിച്ചു പോകും. രാത്രിയിൽ ഭർത്താവ് വീട്ടിലില്ല. വലിയൊരു പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണം. ശരിക്കും പറഞ്ഞാലേ ഈ പ്രശ്നം എന്നെ അറിയിക്കാൻ വന്നതാണോ അതോ എനിക്കുള്ള ഇൻവിറ്റേഷൻ ആണോ? എനിക്കുള്ള ക്ഷണമാണോ എന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ പ്രശ്നം വെക്കാൻ. എടോ മുസ്തഫ, താൻ പ്രശ്നം വെക്കാൻ വന്നല്ലോ, താനോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന. വിളിച്ചിട്ട് പോ മുസ്തഫ. ഉപജീവന മാർഗമാണ്. തന്നെ വെക്കോളാം, ഓടിച്ചു വിടണ്ട. പൊക്കോളാം. ഇപ്പൊ പുതിയ സിനിമകൾ പരിപാടികളൊക്കെ എന്താണ്? ഇനി അടുത്തത് നിവിൻ പോളിയുടെ സിനിമയാണ്. അൽതാഫ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് ഡയറക്റ്റ് ചെയ്യുന്ന പടം. പേര് കൺഫേം ആയിട്ടില്ല. അത് സെപ്റ്റംബറിൽ തുടങ്ങായിരിക്കും. കവി ഉദ്ദേശ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ആസിഫ് ബിച്ചറിനൊക്കെയാണ് പടത്തില്. അത് ഒക്ടോബറിൽ റിലീസുണ്ട്. പിന്നെ ഹണിബി 2 ഉണ്ട്. ബാക്കി വേറെ കുറച്ച് പടങ്ങളുണ്ട്. സംസ്കൃതിയുടെ പുതിയ പടങ്ങൾ ഏതാണ്? ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന കന്നഡ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഓഗസ്റ്റ് 10 അതാവുമ്പോൾ റിലീസാവും.
എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്കൃതി മലയാളത്തിൽ കൂടുതൽ കന്നഡയിൽ തിളങ്ങാനുള്ള ഒരു കന്നഡ പരിപാടിയാണ്. കന്നഡ തെലുഗ് അന്യഭാഷ ചലച്ചിത്രങ്ങൾ ചലച്ചിത്രത്തിൽ ഫോക്കസ് വലിയൊരു ചെയ്തിട്ട് നടി. പോകുന്ന ഒരാളാണ്. ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല ബിക്കോസ് നമുക്ക് മലയാളം എപ്പോഴും പ്രിയമാണ്. അതല്ലേ? അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സിനിമയെക്കുറിച്ചും മറ്റും അവരോട് പറയാനുള്ളത്? എല്ലാം കൂടിയിട്ട് നായകൻ പറയാം. പറയട്ടെ ബാലു പറഞ്ഞു. ഇനി ഞാൻ പറയാം. എനിക്ക് പറഞ്ഞാൽ ശരിയാവില്ല. ബാലു പറഞ്ഞോളൂ. പടത്തിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ഇത് മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞത് ഒരു വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന ഒരു വലിയ സിനിമയൊന്നുമല്ല. പക്ഷേ 2 മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫുള്ളി പാക്ഡ് എൻ്റർടൈനറാണ്. സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോരാനും കൂടി പറ്റിയ ഒരു നല്ല സിനിമയാണ് മരുഭൂമിയിലെ ആന. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം. ജീവിതത്തിലും കരിയറിലും പ്രൊഫഷനിലും എല്ലാത്തിലും ഒരുപാട് ഉയർച്ചകളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. ലുലു കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഈ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു അതിഥിയും പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും നല്ലൊരു ചാറ്റ ബൈ ബൈ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ബൈ. Yeah.